ഹായ്. ഇപ്പോൾ കാന്തയെ ചൊല്ലി വലിയ അടിയാണ്. അതായത് DQ ഫാൻസും DQ ഹേറ്റേഴ്സും തമ്മിൽ പൊരിഞ്ഞ അടിയാണ്. എന്താണ് വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാന്ത എന്ന സിനിമയ്ക്ക് മികച്ച അഭിപ്രായമാണ് പുറത്തു വന്നത്. സിനിമ റിലീസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ പ്രീമിയർ ഷോയിലൂടെ വമ്പൻ പ്രതികരണമാണ് സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചത്. അതായത് ഹെവി പോസിറ്റീവ് റിപ്പോർട്ട്. എന്നിട്ടും സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് പ്രേക്ഷകർ തള്ളിക്കയറിയില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സിനിമ മികച്ച സിനിമയാണ്. ഞാൻ എൻ്റെ അഭിപ്രായം എൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്. ദുൽഖറിന്റെ എല്ലാം അഭിനയം ഗംഭീരമാണ്, ഒരു രക്ഷയില്ല. പക്ഷെ എനിക്ക് സിനിമ കുറച്ച് ദൈർഘ്യം കൂടിയ പോലെയും അതുപോലെ കുറച്ച് ലാഗും അനുഭവപ്പെട്ടു. ഇതൊഴിച്ച് ബാക്കി സിനിമ പൊളിയാണ്, ഒരു രക്ഷയില്ല. പക്ഷെ സിനിമയ്ക്ക് പ്രേക്ഷകർ അധികം കയറുന്നില്ല എന്നുള്ളത് ഇതിന്റെ കളക്ഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ദുൽഖർ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആണ്, വലിയൊരു ക്രൗഡ് പുള്ളറാണ്. എന്നിട്ട് പോലും സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇതിന്റെ ഒഫീഷ്യൽ കളക്ഷൻ പുറത്തു വന്നപ്പോൾ 10.5 കോടി എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും ഒഫീഷ്യൽ കളക്ഷൻ പ്രൊമോഷന്റെ ഭാഗമായി ഇടുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആശ്രയിക്കുന്നത് ട്രാക്കർമാരുടെ കളക്ഷനാണ്. ട്രാക്കർമാർ പറയുന്നു ഈ സിനിമയ്ക്ക് 7.5 കോടിയാണ് ആദ്യ ദിവസത്തെ കളക്ഷൻ എന്ന്. പ്രീമിയർ ഷോ കൂടി കൂട്ടിയാലും 8.5 കോടിക്ക് താഴെ മാത്രമേ വരൂ എന്നുള്ളതാണ് ട്രാക്കർമാരുടെ കണക്ക്. അങ്ങനെ വരുമ്പോൾ ഇതിന്റെ കളക്ഷൻ നല്ല കളക്ഷനായിട്ട് തോന്നുന്നില്ല. കാരണം ഇതൊരു പാൻ ഇന്ത്യൻ ചിത്രമാണ്, വലിയ ചിത്രമാണ്, മികച്ച അഭിപ്രായം കിട്ടിയ സിനിമയാണ്. എന്നിട്ട് പോലും സിനിമയ്ക്ക് ഫസ്റ്റ് ഡേയും പ്രീമിയർ ഷോയും കൂടി 8.5 കോടി എന്ന് പറയുമ്പോൾ അതൊരു വലിയ തുകയായിട്ട് തോന്നുന്നില്ല. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പോൾ DS പ്രണവ് മോഹൻലാലിന്റെ സിനിമ, ഒരു കൊച്ചു മലയാള സിനിമ. ഈ സിനിമ ഫസ്റ്റ് ഡേ നേടിയെടുത്തത് 10 കോടിക്ക് മുകളിലാണ്. അതായത് ട്രാക്കർമാരുടെ കണക്ക് പ്രകാരം 10 കോടിക്ക് മുകളിലാണ് ഈ സിനിമ കളക്ഷനായി നേടിയെടുത്തത്. അവിടെയാണ് ദുൽഖറിന്റെ ഒരു പാൻ ഇന്ത്യൻ സിനിമ 8.5 കോടിക്ക് താഴെ ഒതുങ്ങിപ്പോകുന്നത്. അപ്പോൾ നല്ല കളക്ഷനായിട്ട് ഇത് കൂട്ടാൻ സാധിക്കില്ല എന്നുള്ളതാണ്. DQവിന്റെ മികച്ച പ്രകടനം സിനിമയിൽ ഉണ്ടായിട്ടും സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് പ്രേക്ഷകരെ, അതായത് പ്രത്യേകിച്ച് DQ ഫാൻസിനെ നിരാശരാക്കുന്നുണ്ട്. തീർച്ചയായും സിനിമ വരും ദിവസങ്ങളിൽ വലിയ കളക്ഷൻ നേടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ആദ്യ ദിവസം സിനിമയ്ക്ക് കാര്യമായ നേട്ടമുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ബുക്ക് മൈ ഷോയിലും വലിയ ബുക്കിങ്ങും കാണിക്കുന്നില്ല എന്നുള്ളത് പ്രേക്ഷകരെ നിരാശരാക്കുന്നുണ്ട്. എന്തായാലും പ്രതീക്ഷിക്കാം വരും ദിവസങ്ങളിൽ മികച്ച കളക്ഷൻ സിനിമ നേടിയെടുക്കുമെന്ന്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? സിനിമ സാമ്പത്തികമായി വിജയിക്കുമോ ഇല്ലയോ? എന്തായാലും അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റായി രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.